ഒത്തിരി ചായയുടെ വെള്ളം ചോദിച്ചിട്ട് നേരെ എത്രയായി? ചൂട് മാറ്റിയിട്ടില്ല. നിങ്ങളോട് സ്വർണത്തിന്റെ കാര്യം മട്ടെന്തായി? സ്വർണോ ഒറ്റ ദിവസം കൊണ്ട് എടുത്തു തരാം മോളേന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് പണയം വെച്ച ഓർമ്മയില്ലേ? എപ്പോ കായ് കിട്ടട്ടെ, കായ് കിട്ടുമ്പോ എടുത്തു തരും. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാൻ പറയണത് ഒന്നും നിങ്ങൾ കേൾക്കൂല. ഇപ്പൊ തന്നെ ആ വാസുട്ടിയേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണ്ടെന്ന് ഞാൻ എത്ര പറഞ്ഞതാണ്. എന്തപ്പോ എന്റെ ആവശ്യം? സ്വർണ്ണ അതപ്പോ വാസുട്ടിയേട്ടനോ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ വല്ല സൗകര്യം ഉണ്ട്, നമുക്കൊരു മനസമാധാനം ഉണ്ട് ഇവിടെ. എന്തപ്പോ മനസമാധാനത്തിന് കുറവ്? ഓരോ അവിടെ താമസിക്കണ, നമ്മളിവിടെ താമസിക്കണത്. എന്തപ്പോ സമാധാനത്തിന് ഒരു കുറവ് ഇവിടെ? നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. മൂപ്പര് കള്ളും കുടിച്ച് വന്ന് വെറുതെ ഇവിടെ കിടന്ന് ബേളവും. എവിടെ ഇവിടെ കിടന്നിട്ടോ? ആ റൂമിലല്ലേ എന്റെ റെസിജ് എന്തിനാ അങ്ങോട്ട് എത്തി നോക്കാൻ? നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. എനിക്കിപ്പോ മനസമാധാനത്തോടെ നിസ്കരിക്കാൻ പോലും പറ്റണില്ല. അറിയാമോ എന്താണ് നിസ്കരിക്കണേന് കുഴപ്പം? എനിക്കിവിടെ മൂപ്പര് കള്ളും കുടിച്ചെന്ന് ഒച്ചത്തിലല്ലേ പാട്ട് പറഞ്ഞ്. ഞാൻ ഇതുവരെ കേട്ടില്ല. നിങ്ങൾ കേൾക്കൂല. ഇപ്പൊ തന്നെ മിഞ്ഞാന്നാള് സന്ധ്യ സമയത്ത് മഗ്‌രിബിന്റെ സമയത്ത് ഞാൻ ഖുർആൻ ഓതായിരുന്നു. എനിക്ക് ഒരു സൗകര്യം തന്നിട്ടില്ല. എന്താ എന്നോട് എന്താ പറഞ്ഞു മൂപ്പര്? ഇന്നോട് പറയല്ല, അവിടെ കിടന്ന് ബഹളം വെക്കാണെന്ന്. പാട്ടുപാടേ? ആ പാട്ട് ഏത് പാട്ടാണ് നിങ്ങൾക്ക് അറിയണപ്പോ? ചോദിക്കാല്ല ഞാൻ അങ്ങനെ പാട്ട്. അങ്ങനെ പാട്ട് ഏതാ ചെന്ന പാട്ട് പാടിയില്ലേന്ന് ചോദിക്കാലോ. അവനക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ, അത് കാരണാണ്. ആശാന ഈ ആഴ്ച നാട്ടിൽ പോടുന്നുണ്ട്. അല്ല, ശമ്പളം മേടിച്ചൊന്ന് പോകുന്നു. ശമ്പളമായിട്ടൊന്ന് തരുന്നോ? ശമ്പളം? ശമ്പളം മേടിച്ചിട്ട് പോവാനോ? തെയ്യുണ്ട് നാട്ടില്. ആഹാ, അത് ശരി. ആദ്യേ ആ സൂചിയിൽ നൂലൊന്ന് ശരിക്കും കോർക്കാൻ പഠിക്കും, എന്നിട്ട് എനിക്ക് ശമ്പളം മേടിക്കാം. അതന്നെയല്ലേ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന. ഇവിടെ കുടുക്കുമൊക്കെ ഇങ്ങനത്തെ സാധനം ചെയ്യുന്നത്. ഇതിലെ പോകുന്ന പമ്പുണ്ടല്ലോ, കോളേജിൽ പോകുന്ന എപ്പോഴും നോക്കി ചിരിക്കും. നമ്മളാ ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നതാണെന്നില്ല എപ്പോഴും ഇത് നോക്കുള്ളൂ. എന്നെ നോക്കി ചിരിക്കേ? അത്ര വലിയ സുന്ദരനാ? എന്നെ പന നോക്കി ചിരിക്കാത്ര. അവരുടെ കൂടെ ഉള്ളവരെ നോക്കി ചിരിക്കാൻ അവർക്ക് നേരം കിട്ടണില്ല. പിന്നെ ഇപ്പൊ പന നോക്കി ചിരിക്കണേ? എടാ ദജ്ജാലെ, ഈ ആദ്യത്തൊന്നും നേരെ ചൊവ്വ കോർക്കാൻ പഠിച്ചാലല്ലേ അടുത്ത് പറഞ്ഞുതരാൻ പറ്റുക. ഒരു പണി അറിയിച്ചേക്കേണ്ട കാലമായിട്ട് വെറുതെ എന്നിട്ട് ഓടിക്ക് ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞത്. എന്റെ തന്നെ നല്ല പൈസ ഇല്ലായിരുന്നു നട്ടം തിരിഞ്ഞ് നടക്കാൻ. ഞാൻ അതിന്റെ ഇടക്ക് വേറെ ഇടങ്ങളുണ്ടായതായിരുന്നു ഈ ജോസേ. എന്ത് പറ്റി? ഞാനെടോ ചങ്ങായി റസിയാടെ എന്നൊരു വള മേടിച്ചിട്ട് ഒന്ന് പണയം വെച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിലേ. അപ്പൊ ഒരു കൊല്ലത്തോളായിട്ടായി ഞാൻ ഒരു പ്രാവശ്യമായിട്ടാ അടുത്തുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത് കായില്ലാണ്ടൊക്കെ ആയിട്ട് ഞാൻ മറന്ന് അത് പിന്നെ അടക്കാൻ മറന്ന്. ഇപ്പതാ ഒരു 2-3 ആഴ്ച മുമ്പ് നോട്ടീസ് വന്നേക്കണേ. അതിപ്പോ ലേലം ചെയ്യാൻ പോവാണ്, വേഗം വന്നിട്ട് എടുത്തോളി. അല്ല ലേലം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അടുപ്പിച്ച് 2-3 പ്രാവശ്യം 10ന്റെ പൈസ എനിക്ക് കയ്യിലും ഇല്ല. അതെന്ത് വർത്താനമാണ് ഈ പറയിക പറയണ? 10ന്റെ പൈസ ഇല്ലെന്ന്. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ ആ ഒരു വാടകയുടെ കേസിൽ ഇടപെട്ടതും വാസൂട്ടീനായിട്ട് മറ്റേ കുറ്റിയടിക്കാൻ പോയതിലും ഒക്കെ ഒരു 25 രൂപയോളം പരീക്കാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മുഴുവൻ കൊണ്ടുപോയി ചെലവാക്കിയ 25,000 ഉറുപ്പിന്റെ ഉണ്ട്. അയ്യോ പോരല്ലോ, ഇനിയും 10-25,000 ഉറുപ്പിയാണ് ഞാൻ ഓൾഡത്തായി ചോദിച്ചത്. അപ്പൊ ആ 25,000 കൊണ്ട് അടക്കുന്ന അപ്പൊ ഒരു സമാധാനം കിട്ടൂലേ? അത് പോരടാ, ഇനിയും ഒരു 10-25,000 ഉറുപ്പ്യ വേണം. ഇത് ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഓളുടെ കാല് പിടിച്ച് ഞാൻ ഓൺലൈൻ കയ്യില്ലാണ്ടാണ് 10ന്റെ പൈസക്ക് തരൂല. പിന്നെ ഈ വാടക കിട്ടുന്ന കാര്യമൊക്കെ പിന്നെ എടുക്കാൻ കൊണ്ടുപോയി ചെലവിനും കൂടി 10ന്റെ പൈസ ഞാൻ മേടിക്കുന്നില്ല. ജോസോട്ടി, റസിയാത്തൊക്കെ പൈസ നല്ലോണുണ്ട്, പക്ഷെ ബുദ്ധിയില്ല. പക്ഷെ എന്റെ ഇക്കാട്ടൊക്കെ അങ്ങനല്ല, രണ്ടുമില്ല. ശരിയാണോ പറഞ്ഞത്? അത് ശരിയാണ് അല്ലേ? അതെ, ഇപ്പൊ അനക്ക് എവിടുന്നെങ്കിലും ഒരു കുറച്ച് കായ് ഒപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടോ? നോക്കട്ടെ. വന്ന വലിയ സഹായാവും ജോസഫ്, ഒന്ന് ശ്രമിച്ചു നോക്കടാ. ഒരു ശ്രമം നടത്തട്ടെ. അപ്പൊ ഇന്ന് കിട്ടിയ എന്ന് തന്നെ എടുക്കേ, എന്നാ പിന്നെ അത് പരിപാടി കഴിഞ്ഞായി. നോക്കട്ടെ, നാളത്തേക്കുള്ളിൽ നമുക്ക് എടുക്കാം.
ഈ ഒന്ന് ശ്രമിച്ചു നോക്ക് കേട്ടോ. ഞാനേ ആ ഒന്ന് കറങ്ങട്ടെ. ആ ആ ആ ആ അത് ശരി. ഇന്ന് കിട്ടാച്ചെന്നെ കൊണ്ടുപോയി ഇറക്കാം. നോക്കട്ടെ. ഒന്ന് ശ്രമിച്ചു നോക്ക്. കോട്ടെ ഇതാ അത്രയും എടുത്തേ. എന്താടാ കള്ള നായിച്ചിന്നോട് പറഞ്ഞായി എന്റെ കായി ഇല്ല ബുദ്ധി ഇല്ലാന്നോ? ശരിയല്ലേ? അത് ഓർക്ക. പരീഗോ ആ ആ പരീഗയില്ലേ? ഇല്ല. ആണോ? എവിടെ പോയി? കടയിലില്ല. കടയിലില്ലല്ലോ. അപ്പൊ എവിടെ പോയി? എന്തോ പുറത്തേക്ക് എവിടെയോ പോയി. അയ്യോ എന്തേ? ഇല്ല, പരീക്ഷ ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയണ്ട് പോവാന്ന് കരുതിട്ടാണ്. എന്താണ് എന്നോട് പറയ്. അതെ, നമ്മുടെ ജംഗ്ഷനിലെ ലോഡ്ജില്ലേ, ആ ലോഡ്ജിൽ പുതിയൊരു സിദ്ധം വന്നിട്ടുണ്ട്. പ്രൊഫസറാണ് പുള്ളി. ഏത് കോളേജിലെ പ്രൊഫസർ? കോളേജിലല്ല, പുള്ളി വലിയ സിദ്ധനാണ്. പേരെടുത്ത പുള്ളിയുടെ അടുത്ത് ഗുളിക യന്ത്രം എന്നോ എന്തോ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിൽ എന്ത് കാര്യം വിചാരിച്ചാലും ഈ യന്ത്രം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് അച്ചിട്ടാണ്. ഭയങ്കര പേരെടുത്ത ആളാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ 2 ആഴ്ച പുള്ളി ഉണ്ടാവും. അപ്പൊ പത്രത്തിലൊക്കെ പരസ്യം ഇട്ടിട്ടുണ്ട്, ബുക്ക് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. അല്ല, ഈ പറഞ്ഞ സംഭവമൊക്കെ ശരിക്കും നടക്കണതാ? നടക്കും. റസീന്റെ പുള്ളകളിക്കാണ്. അല്ല, എങ്ങനെ നടക്കും? ഇയാള് തിരുവല്ലാമലയിലാണ് ഇയാളുടെ ഹെഡ് ഓഫീസ്. മനസ്സിലായ? അവിടെ കലാമണ്ഡലത്തിൽ ഡാൻസ് പഠിക്കാൻ ആഗ്രഹമായിട്ടൊരു മിസ്സി വന്ന അമേരിക്കയിൽ നിന്ന്. താളബോധം എന്ന് പറഞ്ഞാൽ ഒരു സാധനം അറിഞ്ഞൂടാ. അവർക്ക് പഠിക്കേണ്ടതാ കുച്ചിപ്പുടി, മോഹിനിയാട്ടവും ഭരതനാട്യവും. ഇവര് വന്ന് ചേർന്നും പോയി, ഒന്നും പഠിക്കാനും പറ്റണില്ല. അവസാനം ആരോ പറഞ്ഞിട്ട് ഈ പ്രൊഫസറുടെ അടുത്ത് ചെന്ന് ഈ ഗുളികേന്ദ്രം മേടിച്ചുണ്ടെന്ന് വെച്ചാൽ അവര് കിടക്കണേന്റെ തലങ്ങന്റെ അടിയിൽ വെച്ച്. എന്റെ പൊന്നോ, അവരിപ്പോ വലിയ പേര് കേട്ട നർത്തകിയല്ലേ. മലയാള സിനിമയിലൊക്കെ ഉണ്ട് ഇപ്പൊ അവര്. ഒരു മിസ്സി ഇപ്പൊ റസിയാടെ വാപ്പാടെ മറ്റേ കൂട്ടുകാരനുണ്ടല്ലോ, ആ കടയുള്ള നാണപ്പനായര്. നാണപ്പനായരുടെ റൂം വാടക എടുത്തിട്ട് പലചരക്കട നടത്തല്ലേ സൂപ്പറൻ. അയ്യോ, അത് വലിയ കേസായിക്കണ്. കേസാണെന്ന 10-15 കൊല്ലം അയാളുടെ ആയുസ് മുഴുവൻ കേസ് നടത്തി ഇവനൊന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവനെന്തോ 10 ലക്ഷം രൂപയായിട്ട് നഷ്ടം ചോദിച്ചത്. പുള്ളി എന്ത് ചെയ്ത് ഇത് പറഞ്ഞ് കേട്ടിട്ട് ഈ പ്രൊഫസറെ പോയി കണ്ടിട്ട് ഈ ഗുളിക യന്ത്രം മേടിച്ച് തലക്കും ഭാഗത്ത് വെച്ച് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ കാണുന്ന സൂപ്പറൻ ബാധിക്കാൻ നിൽക്കുകയാണ്. എന്റെ നാണപ്പനായരെ, ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ കട ഒഴിഞ്ഞു പോയിക്കോളാന്ന്. ഇയാൾ അന്തിച്ചു പോയി. ആ അപ്പൊ പറഞ്ഞു നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ന്യായമായിട്ട് ഞാൻ തരാന്ന് പറഞ്ഞപ്പോ കാലയിൽ വീണിട്ട് പറഞ്ഞു എനിക്ക് 10ന്റെ നയാ പൈസ വേണ്ട, ആ സാധനങ്ങളൊന്ന് പുറത്തിറക്കാനുള്ള ഒരു നേരം മതി. അതുകൊണ്ടല്ലേ അതിശയം. അപ്പൊ പരീക്ഷക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഞാൻ കേട്ടപ്പോ തന്നെ ഉറഞ്ഞൊന്ന് മേടിച്ചാന്ന്. പിന്നെ ജെസിയുടെ പാർലറിന്റെ തൊട്ടിപ്പുറത്ത് അവൻ ഭയങ്കര മെനകേടാണ്. അവൻ ഒന്നും വിൽക്കാനല്ല, വെറുതെ കാലത്തെ മേശയിട്ട് വന്നിരിക്കും. അവൻ പിള്ളേരെയും വിളിച്ചുകൊണ്ട് വരും, അവിടെ ഇരുന്ന് അലമ്പ. അപ്പൊ ഇവനെ ഓടിക്കണമെന്ന് അവള് കുറേ നാളായി പറയണ്. തല്ലുപിടുത്തമൊന്നും ഉണ്ടാക്കണ്ടല്ലാന്ന് ഓർത്ത് ഞാൻ ഊട്ടറിൽ പോയി ഒരു 25,000 രൂപയുടെ ഒരു സാധനം മേടിച്ചുണ്ടെന്ന് വെച്ച് അവനത് ഒഴിഞ്ഞിട്ടുണ്ട് പോയി. നമ്മളത് എടുത്തിട്ട് പാർലർ വലുതാക്കിയല്ല. ഇതൊന്നും ആരോടും പറയണ്ട കേട്ടാ, ഞാൻ റസിയെ ചോദിച്ചോണ്ട് അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. അന്ന് ഞാൻ പോയിക്കോട്ടെ എന്നാ. അത് പരീക്കാനോട് ചോദിച്ചിട്ട് മതി, പുള്ളി സമ്മതിക്കൂല. അല്ല, അതല്ല, മൂപ്പരത് അറിയാത്താണ് നല്ലത്. ഒന്നാമത്തെ കാര്യം, മൂപ്പർക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. അതാണ് വിശ്വാസം വേണ്ട ഇതിലൊക്കെ. അപ്പൊ റസിയാക്ക് എന്തെങ്കിലും ഇതുണ്ടോ, കാര്യങ്ങൾ നടക്കാൻ വല്ലതും ഉണ്ടോ? കാര്യങ്ങളുണ്ട്, വാങ്ങിയാ നടക്കൂട്ടാ. ഏറ്റവും വലുവില്ല, നടന്നില്ലേ പുള്ളി പൈസ തിരിച്ചു തരും, റീഫണ്ടബിൾ ആണ്. എത്ര രൂപയാണ്? അതിപ്പോ ഈ ഒഴിപ്പിക്കണ കേസ് കെട്ടിനൊക്കെ 25,000 രൂപ ആവുന്ന പറഞ്ഞു കേട്ടത്. ഡാൻസിനൊക്കെ പൈസ കൂടുതലാണ്. ഡാൻസ് അല്ല, തൽക്കാലം 25,000ന്റെ മതി. നിങ്ങൾ നിൽക്കുക, ഞാൻ എടുത്തിട്ട് പറ്റേ. എന്നാ വേഗം എടുത്തുണ്ടോ, ഞാൻ ഇതും കൂടി കേൾക്കണമല്ലോ. അല്ല, ഓനെന്തിനങ്ങനെ കിടന്ന് പിടക്കണേ? ഓന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഓന്റെ ഭാര്യയുടെ കെട്ടുതാലി ഞാൻ പണം വെച്ച മാതിരിയാ. എനിക്ക് മനസ്സിലായി പരീക്കാക്ക് വിറകേറുണ്ടെന്ന് ആ വിക്ക് വരണുണ്ടായി. ആ ഞാൻ പറഞ്ഞു ഇടങ്ങറായി എനിക്ക്. ഞാൻ അവസാനം പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഓട്ടോ വെച്ചിട്ട് ഞാൻ അങ്ങനെ ക്ഷമിച്ചാണ്. എന്നാലും സാധനം കിട്ടിയല്ല, മുതല് കിട്ടി. അല്ല എന്നാലും അല്ല ഇജ്ജ് സംഗതി ഇപ്പോഴെങ്കിലും കായ് കൊണ്ടെന്നാ അറിഞ്ഞോ? ഇതെങ്ങനെ ഇപ്പൊ എനിക്ക് പൈസ കിട്ടിയായി? ആ പരീതിക്കല്ലേ പറഞ്ഞ റസിയുടെ അടുത്ത് 25,000 രൂപ ഉണ്ട്, ചോദിച്ചിട്ട് തരണില്ലാന്ന്. ആ ഇല്ല. ആ അപ്പൊ ഞാനത് ചോദിച്ചു മേടിച്ച് പരീക്കയുടെ പൈസ തന്നെയാണത്. അനക്ക് തന്നോ? ആ
ഇജ്ജ് കടം വാങ്ങിണ്ടാവൂ. കടം മേടിക്കാനാ ജോസ് കുട്ടിയാ? കടമൊന്നും മേടിച്ചില്ല. അതിലൊരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാ. എങ്ങനെ എനിക്ക് എങ്ങനെ കിട്ടുന്ന് വാന്ന് കാര്യം നടന്നില്ലേ? കിട്ടാതെ ഞാൻ പറഞ്ഞുതരാ, വണ്ടി കയറി. കാസർഗോഡാ എന്റെ ആശ പരികുട്ടിയോട് എന്തിനീ എവിടെ പോയി? അറിഞ്ഞണിച്ചേ അവിടെ ഇരിക്കാൻ പാടില്ല. എന്താ ഇവിടെ ഇരുന്ന? എന്റെ ആശാൻ പോലെ ഇതിന്റെ മുകളിൽ ഇരിക്കല്ല, താഴെ ഇരിക്കലേ. വാട്. നിങ്ങൾ എന്ത് തോന്നിയാസാ ഇന്നലെ കാണിച്ച വീട്ടിൽ വന്നിട്ട്? എന്താണ്? നിങ്ങളെ വീട്ടിൽ നിന്ന് ജപ്തി ചെയ്ത് പുറത്താക്കിയ സമയത്ത് ഒരു അഭയം തന്നത് എന്റെ ഇത്തുവാന്ന്. എന്റെ ഇക്ക നിങ്ങളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നത് എന്താ അത് ഞാൻ പറഞ്ഞിട്ട്. അല്ല നിങ്ങളവിടെ കേറ്റൂല. നിങ്ങളവിടെ വന്നിട്ട് പാട്ടും കൂത്തും കോപ്പറായും കുറെ. എന്റെ ഇത്തതാ നിസ്കരിച്ചിട്ടാ ഇന്നലെ. അറിയോ നിങ്ങക്ക്? എന്ത് തോന്നിയാസം? ഈ തോന്നിയാസം നിർത്തണം. അവിടെ തുപ്പിട്ടു അല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ സ്വഭാവം അറിയില്ല. എന്റെ ഇക്കാട് പറഞ്ഞാണ്ടല്ല, ഇക്ക ഒരു ഇക്കാന്റെ വീട് ഇത്താനോട് പറഞ്ഞാണ്ടല്ല, ഇനി മേലാല് കുടിച്ചിട്ടോ പരിപാടി ചെയ്തോ ഒരു കൊയപ്പോ ഉണ്ടാക്കാൻ പാടില്ല. നേരെ മര്യസ്ഥനായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ആ വീട്ടിൽ കയറി നിന്നോ. മനസ്സിലായാ? ഇനി കുഴപ്പാക്കുക. കഴിഞ്ഞോ നിന്റെ കൊരക്കില്? ഇപ്പം കഴിഞ്ഞു. കഴിഞ്ഞോ? എന്നാ ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. അതെയാ? ഓ പറഞ്ഞോ. ഞാനൊരു ദിവസം പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുണ്ട്. അപ്പൊ എന്റെ ഒരു കയ്യില് പണി സാധനങ്ങളുണ്ട്, ഈ സാധനം, മറ്റേ കയ്യില് പച്ചക്കറി. ശരി. ഒരു തോടുണ്ട്. ഈ തോട് എന്റെ അപ്പുറത്ത് ഒരു ചെമണ്ടനായിട്ടുള്ള ഒരാള് ഒരു സാധു പാവം പിടിച്ചു വരുന്നതിനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കിട്ട് പടയെന്ന് പറഞ്ഞിട്ട്. എന്താ വാസൂട്ടി ചെയ്ത് നിനക്കറിയോ? ഈ പച്ചക്കറി സാധനവും പണി സാധനവും അവിടെ ഇങ്ങോട്ട് വെച്ചിട്ട് ആ തോട് പോയിട്ട് ഒരൊറ്റ ചാട്ട അപ്പുറത്തേക്ക്. ചമ്മടാ അങ്ങോട്ട് തുള്ളിച്ചാടി. അത് മോശമില്ല. എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു, എന്താ ചേറ്റ കാണിക്കണേ എന്നും പറഞ്ഞിട്ട് ഈ പുറങ്ങാൻ വെച്ചു ഒറ്റ അടി കൊട്ടുക്കണം. അതാണ് വാസോട്ടൻ. അത് ഉഷാറായി. വീണ് നന്നായി. നോക്കുമ്പോ ആരാ? ആരും ആയിക്കോട്ടെ. ആരി ചെറുതുരുത്തിയ ആ പുറങ്കാലം ഞാൻ ഇവിടെ പോക്കണോ? വേണ്ട, ഇവിടെ വേണ്ട. എന്റെ ഇക്ക വന്നു. ഇക്ക എന്താ വാസുദ്ധ എവിടെ കയറി കുത്തിരിക്കണേ? അതെ ഒരു ചുമന്ന തുണി എടുക്ക്. പാർട്ടി പരിപാടി തുടങ്ങിയാ? പാർട്ടി പരിപാടി നല്ലത് വേറൊരു ആവശ്യത്തിനാണ്. ചോന്ന തന്നെ വേണം. ചോന്ന വേണം. വേറെ കളർ പറ്റൂല? വല്ല കട്ട് പീസ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയാ? ഒന്നുമില്ലപ്പാ. ചോന്നത് ഉണ്ടാവില്ല. വെള്ള വേണം തരാം. വെള്ള പറ്റൂലടാ. അത് അടിക്കാൻ ഇത് നാരായണി ബ്ലൗസ് അടിക്കാൻ തന്ന തുണിയാന്ന്. ഇത് നാരായണി ബ്ലൗസിനാ? 250 ഉറുപ്പിയുടെ കാര്യം പറഞ്ഞിട്ട് 25,000 ഉറുപ്പ്യ കളയും നമുക്ക്. അതെ എന്ന് പറഞ്ഞാൽ ഒരു പീസ് അത് വേറെ മേടിച്ചു കൊടുക്കാനാ. അത് വേറെ മേടിച്ചു കൊടുക്കാം. ഈ ആവശ്യം കഴിയട്ടെ. ഞാൻ കത്രിക എടുക്ക്. അതെ ഒന്ന് പിടിച്ചാൽ മുറിക്കത് എന്താ കാട്ടിന് ഇതൊന്ന് മുറിക്കാനാണ് പിടിക്കാൻ ഉള്ളിയല്ല ഇവിടെ കത്രികയാണ്. ഇത് വിട്ടേ. അല്ലെങ്കിൽ തന്നെ ലക്കൂലാകാനില്ലാണ്ട് ഇരിക്കണത്. എത്ര കൊണ്ട് വേണം? കഷ്ണം മതി. ഒരു കുഞ്ഞു കല്ലിരിക്കാനുള്ള ഒരു സ്ഥലം മതി. അപ്പൊ എത്ര മതിയോ? മതി. ഇത് മതിയാ? അങ്ങനെ ഒന്ന് പിടിച്ചോ. ഒപ്പം പിടിച്ചോ. വച്ചോ. ഒരു മിനിറ്റ് കേട്ടോ. മതി. നീ ഇങ്ങനെ മുറി. ഇത്ര മതിയോ? മേടിക്കട്ടെ. അല്ല അതിപ്പോ മൂർച്ച കൂട്ടുന്ന ആള് വന്നിട്ടില്ല. അതാണ്. മതിയില്ലേ? മതി. ഇത് പരിപാടി കാണിച്ചു തരാം. ആ നൂല് ചുറ്റി വെച്ചല്ലേ കളഞ്ഞു അല്ലേ? നോക്കിയേ. വേറെ വേറെ കളറാണ്. അതാണൊക്കെ വിളിച്ചോ, എല്ലാരെയും വിളിച്ചോ. എനിക്ക് ഈ പണിയൊക്കെ മുമ്പ് ഉണ്ടായിരുന്നോ?
ഇതൊക്കെ നമ്മളങ്ങോട്ട് പഠിക്കല്ലേ. ആ ആ ആ ഏ? ഇതേ ഇതൊരു ചെറിയ പരിപാടിയുണ്ട്, ചെറിയൊരു പരിപാടി. ഇല്ല ഇല്ല, പച്ച വേണം, ഞാൻ പച്ച വേണം. ഓവൻ എടുത്ത് കഴിക്കല് നൂല് കെട്ടുകൂടും അത്. പറഞ്ഞാക്കട്ടെ. അതേ ഞാൻ ഒന്നങ്ങോട്ട് പാസ്സാക്കിട്ട് വരാം. ആയിക്കോട്ടെ കേട്ടോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ അടച്ച റബ്ബേ, നടന്നാ മതിയായിരുന്നു. സംഭവം ഏ എന്താ ചോദിക്കുക? അതോ അത് ഒന്നും പേടിക്കണ്ട. എന്താണ് മനസ്സിൽ ആഗ്രഹം എന്ന് വെച്ചാൽ അത് മനസ്സിൽ ധ്യാനിച്ച് മിണ്ടാതെ ഉരിയാടാതെ നമ്മൾ കിടക്കണ തലങ്ങൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുക. ഒരാഴ്ചക്കുള്ളിൽ കാര്യം നടന്നിരിക്കും. പിന്നെ പരീക്കാനോട് പറയണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാൻ പ്രൊഫസറോട് പറഞ്ഞു. അപ്പോൾ പുള്ളി അറിയാതിരിക്കാനും എന്തോ ചെയ്തിട്ടുണ്ട്. അതിനൊരു 1000 രൂപ കൂടുതൽ ഞാൻ കൊടുത്ത്, സാരല്ല തരണ്ട, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ആഗ്രഹിക്കുമ്പോൾ ഗംഭീര ആഗ്രഹങ്ങളൊന്നും ആഗ്രഹിക്കരുത്. വല്ല ഫ്ലൈറ്റ് പൊട്ടി വീഴണമെന്നോ തല പൊട്ടിത്തെറിക്കണമെന്നൊന്നും ആഗ്രഹിക്കരുത്. എന്താണെന്ന് വെച്ചാൽ നടക്കുവേ. എന്നാൽ കൊണ്ടുപോയി വെച്ചോ, മിണ്ടണ്ട. ഓ ഇവിടെ ഉണ്ട്. ആരംഭം തുളുമ്പും ചെങ്കാതിർമുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന്. അന്റെ എത്ര പവനാന്ന് പറഞ്ഞ്? ഓ ഇന്റെ അവനൊന്നും കണക്കില്ലല്ലോ, നിങ്ങള് കൊണ്ടുപോയിട്ട് പണയം വെക്കല്ലേ. നനക്ക് പണയം വെച്ചത മുതലക്കഥ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്റെ ഈ മാലയുടെയും വളയുടെയും കണക്ക് എന്നോട് പറയരുത്. ഇതാ അല്ല, ഇതിനൊക്കെ എവിടുന്ന പൈസ? അത് അറിയണ്ടോ, എന്റെ മുതൽ എനിക്ക് കിട്ടിയില്ലേ? അങ്ങനെ പറ്റൂലൊക്കെ അറിയണോ? എന്നാലും മനസ്സിലാക്കിക്കോ, എന്റെ ഒരു സാധനം ഞാൻ തട്ടിച്ചു കൊണ്ടുപോകില്ല എന്റെ ഹബീബേ. എന്റെ ഉള്ളൊക്കെ എന്റെ ഉള്ള തന്നെയാണ്, എന്റെ ഉള്ളൊക്കെ എന്റെ ഉള്ളു. എവിടുന്ന പൈസ? ഞാൻ എന്നോട് പറഞ്ഞില്ല എന്റെ ഒരു കച്ചവടത്തിനെ കുറിച്ച് കായ് കിട്ടാണ്ടെന്ന്. അതിന്ന് നേരെ എത്ര ദിവസമായി പിന്നാലെ വായന്റെ നടക്കണേ. ഇന്ന് രാവിലെ കൊണ്ടുവന്ന നന്നായി. അപ്പൊ തന്നെ ഞാൻ പോയി സാധനങ്ങൾ എടുത്ത്. പഠിച്ചോനെ എന്താ അല്ല, പിന്നെ പഠിച്ചോനെ, ഇത് എന്തൊരു ഭാഗ്യാണ് എനിക്ക്, ഇത് എന്തൊരു അത്ഭുതാണ് എന്ന് പറയായിരുന്നു. എന്താ നാടകത്തിൽ കളിക്കണ മാതിരി പറഞ്ഞേ? അല്ല, ഇത് കിട്ടിയപ്പോഴേ അങ്ങനെയാണ് എന്റെ കിട്ടിയാതൊരു എന്തൊക്കെ ഏറ്റ് തുടങ്ങിയില്ലേ. ഇനി എല്ലാം ഒന്ന് സലാമത്താക്കി തരണേ എന്റെ പഠിച്ചനെ. നീ കാണുന്നില്ലപ്പാ. അയ്യോ സമാധാനായോ റസിയാൻ? എനിക്ക് സന്തോഷമായോ? പച്ചമാംസം തിന്നോ? എന്താണ് എന്താണ് എന്താ ചെയ്യാ? എന്താ സ്വപ്നം കണ്ട? എന്താണ് എന്താ പറ്റിയത്? സ്വപ്നം കണ്ടു അല്ലേ? സ്വപ്നം കണ്ടാണ്. വെള്ളം കുടിക്കണോ? വെള്ളം വേണോ? വെള്ളം എടുത്തോണ്ടാ. പേടിക്കണ്ട പേടിക്കണ്ട, സ്വപ്നം കണ്ടാണ്. പേടിക്കണ്ട, പോട്ടെ. വെള്ളം എടുക്കട്ടെ കേട്ടോ.
ഇത് അടിയുടെ